എന്താണ് ഈ ആൻറ്റി ടർണിഷ്? പലർക്കും ആൻറ്റി ടർണിഷ് എന്ന് കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാകും. ആക്ച്വലി ആൻറ്റി ടർണിഷ് എന്നാൽ എന്താണ്? ജ്വല്ലറിയിൽ മെയിൻലി 3 മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്: ബ്രാസ്, സിൽവർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ബ്രാസ് ജ്വല്ലറിയാണ് മാർക്കറ്റിൽ കൂടുതലായി കിട്ടുന്നത്. കുറച്ച് ദിവസം യൂസ് ചെയ്യാം, പക്ഷേ വാട്ടർ ടച്ച്, സ്വെറ്റോ ഒക്കെ ആയ കളർ ഫെയ്ഡാകാനും ഗ്രീൻ കോട്ടിംഗ് വരാനും ചാൻസ് കൂടുതലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് സിൽവറാണ്. സിൽവർ 925 സിൽവർ ഒരു പ്രഷ്യസ് മെറ്റലാണ്. പക്ഷെ അതുപോലും എയറിലുള്ള സൾഫർ റിയാക്ട് ചെയ്താൽ ടൈം കഴിഞ്ഞാൽ ടർണിഷ് ആവും. അതുകൊണ്ട് പോളിഷ് ചെയ്യേണ്ടി വരും റെഗുലർലി. ബട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ 316L സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതിനെപ്പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാം. എന്താണ് ഈ ആൻറ്റി ടർണിഷ്? പലർക്കും ആൻറ്റി ടർണിഷ് എന്ന് കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാകും. ആക്ച്വലി ആൻറ്റി ടർണിഷ് എന്നാൽ എന്താണ്? ജ്വല്ലറിയിൽ മെയിൻലി 3 മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്: ബ്രാസ്, സിൽവർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ബ്രാസ് ജ്വല്ലറിയാണ് മാർക്കറ്റിൽ കൂടുതലായി കിട്ടുന്നത്. കുറച്ച് ദിവസം യൂസ് ചെയ്യാം, പക്ഷേ വാട്ടർ ടച്ച്, സ്വെറ്റോ ഒക്കെ ആയ കളർ ഫെയ്ഡാകാനും ഗ്രീൻ കോട്ടിംഗ് വരാനും ചാൻസ് കൂടുതലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് സിൽവറാണ്. സിൽവർ 925 സിൽവർ ഒരു പ്രഷ്യസ് മെറ്റലാണ്. പക്ഷെ അതുപോലും എയറിലുള്ള സൾഫർ റിയാക്ട് ചെയ്താൽ ടൈം കഴിഞ്ഞാൽ ടർണിഷ് ആവും. അതുകൊണ്ട് പോളിഷ് ചെയ്യേണ്ടി വരും റെഗുലർലി. ബട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ 316L സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതിനെപ്പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാം.